നമ്മളോട് പലരും ചിലപ്പോൾ സങ്കടപ്പെട്ടിരിക്കും, പറയും വിഷമിക്കണ്ട. നിങ്ങളോട് ആരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? നമ്മുടെ തോളത്ത് തട്ടി മോളെ നീ വിഷമിക്കണ്ട എന്ന് പറഞ്ഞവർക്കും പരിഹാരം കൊണ്ടുവരാൻ കഴിയില്ല. പക്ഷെ യേശു കരയണ്ട എന്ന് പറഞ്ഞാൽ, അവൻ നിന്നോട് കരയേണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇനി നീ മുന്നോട്ട് കരയേണ്ടി വരത്തില്ല, പരിഹാരം വന്നു കഴിഞ്ഞു. എന്റെ കൂട്ടു സഹോദരനോ എന്റെ തോളത്തെ തട്ടിയിട്ട് കരയണ്ട, ബ്രദർസ് കരയണ്ട, സഹോദര വിഷമിക്കണ്ട എന്ന് പറയുന്ന പോലെ അല്ല യേശു ഇന്ന് നിങ്ങളെ നോക്കി കരയണ്ട എന്ന് പറയുന്നത്. അവൻ വിഷമിക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ ദുഃഖത്തെ മാറ്റാൻ അവൻ കഴിവുള്ളവനാണ്. ഒരിക്കൽ പോലും ആ സഹോദരി യേശുവിനോട് പറഞ്ഞില്ല, എന്റെ കുഞ്ഞിനെ ഉയർപ്പിക്കണമെന്ന് യായിറോസിനെ പോലെയോ മറ്റൊരാളെ പോലെയോ ആവശ്യപ്പെട്ടിട്ടില്ല. ഞാനൊരു വിധവയായിരുന്നു, ഇപ്പോൾ എന്റെ കുഞ്ഞും പോയി, ഞാനിപ്പോൾ അനാഥയായിരിക്കുന്നു ബ്രദറെ എന്ന് യേശുവിനോട് പറഞ്ഞില്ല. ശരിക്കും പറഞ്ഞാൽ യേശു ആരെന്ന് പോലും അവക്ക് ചൊവ്വ അറിഞ്ഞുകൂടാ. മോളെ, ഒരു വാക്കുപോലും ആ സഹോദരി യേശുവിനോട് പറഞ്ഞിട്ടില്ല. ഒരിക്കലൊരു പാപിനിയായ സ്ത്രീ യേശുവിന്റെ കാൽക്കൽ വന്നിരുന്ന് കരഞ്ഞു. കണ്ണുനീരുകൊണ്ട് കാല് കഴുകി, തന്റെ തലമുടി കൊണ്ട് കണ്ണുനീർ ആ കാലിൽ തുടച്ചു. പെട്ടെന്ന് ആ ഭവനത്തിന്റെ ഉടമസ്ഥനായ ശിമയോൻ വീട്ടിൽ ഇരുന്നു കൊണ്ട് മനസ്സിൽ പറഞ്ഞു, ഇവളൊരു പാപിനിയായ സ്ത്രീ, ഇവനൊരു യഥാർത്ഥ പ്രവാചകനായിരുന്നെങ്കിൽ അവൾ എങ്ങനെയുള്ളവൾ എന്നറിയുമായിരുന്നു. പക്ഷെ ഉടനെ അവൻ മനസ്സിൽ ചിന്തിച്ചത്, ശിമയോൻ മനസ്സിൽ ചിന്തിച്ചത് യേശു അറിഞ്ഞിട്ട് പറഞ്ഞു, ശിമയോനെ ശിമയോനെ, എനിക്ക് നിന്നോടൊന്ന് പറയാനുണ്ട്. ഞാൻ നിന്റെ വീട്ടിൽ വന്നു, നീ എൻ്റെ കാല് കഴുകുമെന്ന് കരുതി, പക്ഷേ നീ അത് ചെയ്തില്ല, നീ വെള്ളം തന്നില്ല. ഇവളോ കണ്ണുനീര് കൊണ്ട് എൻ്റെ കാൽ നനച്ചു, തലമുടി കൊണ്ട് തുടച്ചു. നീ എനിക്ക് ചുംബനം തന്നില്ല. ഇവളോ ഞാൻ അകത്ത് വന്നത് മുതൽ ഇടവിടാതെ എൻ്റെ കാൽ ചുംബിച്ചു. നീ എൻ്റെ തലയിൽ തൈലം പൂശിയില്ല. ഇവളോ പരിമള തൈലം കൊണ്ട് എൻ്റെ കാൽ പൂശി. ആകയാൽ ഇവളുടെ അനേകമായ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു. ഈ സഹോദരി ഒരു വാക്കെങ്കിലും യേശുവിനോട് മിണ്ടിയോ? വാ തുറന്ന് യേശുവിനോട് പറഞ്ഞോ, ഞാൻ പാപിയാണെന്ന്, എന്റെ പാപം ക്ഷമിക്കണേ എന്ന് ആവശ്യപ്പെട്ടോ? ചോദിച്ചോ? പിന്നെ അവൾ ആകെ ചെയ്തെന്നറിയോ? കരഞ്ഞു. അവിടെ കണ്ണുനീർ, ചൂടുള്ള കണ്ണുനീർ യേശുവിന്റെ കാലിൽ വീണു. ആ കണ്ണുനീരിനകത്ത് യേശു അവളുടെ ഹൃദയം വായിച്ചു. ചില സമയങ്ങളിൽ നമുക്കൊന്നും പറയാൻ വരത്തില്ല. ചില സമയങ്ങളിൽ കരയാനല്ലാതെ പ്രാർത്ഥിക്കാൻ പോലും പറ്റാത്ത സിറ്റുവേഷനിലൂടെ കടന്നു പോകും. ദൈവസന്നിധി ചെന്നിരിക്കും, മുട്ടയിലിരിക്കും, ബൈബിൾ മുമ്പിൽ വെക്കും, ഇരുന്നങ്ങ് കരയും, കണ്ണുനീര് ബൈബിളിനകത്ത് വീഴും. കുറച്ചു നേരം ഇരുന്ന് കരഞ്ഞ് എഴുന്നേറ്റ് പോകും. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ആ കരച്ചിൽ കർത്താവ് കണ്ടില്ലെന്ന്? ഞാൻ കിടന്ന് അലറിക്കൂവി ഒച്ചത്തിൽ കിടന്ന് വാ വെച്ചാലേ എൻ്റെ ദൈവം കേൾക്കോളെന്ന് നിന്റെ ഒരു നെടുവീർപ്പിനെ പോലും അറിയുന്ന ഒരു ദൈവം. യേശു അവളോട് പറയുകയാണ്, സ്ത്രീയെ കരയണ്ട. യേശു അവളെ കണ്ടിട്ട് മനസ്സലിഞ്ഞു, അവളോട് കരയണ്ട എന്ന് പറഞ്ഞു. ഈ നമ്മളോട് പലരും ചിലപ്പോൾ സങ്കടപ്പെട്ടിരിക്കും, പറയും വിഷമിക്കണ്ട. നിങ്ങളോട് ആരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? നമ്മുടെ തോളത്ത് തട്ടി മോളെ നീ വിഷമിക്കണ്ട എന്ന് പറഞ്ഞവർക്കും പരിഹാരം കൊണ്ടുവരാൻ കഴിയില്ല. പക്ഷെ യേശു കരയണ്ട എന്ന് പറഞ്ഞാൽ, അവൻ നിന്നോട് കരയേണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇനി നീ മുന്നോട്ട് കരയേണ്ടി വരത്തില്ല, പരിഹാരം വന്നു കഴിഞ്ഞു. എന്റെ കൂട്ടു സഹോദരനോ എന്റെ തോളത്തെ തട്ടിയിട്ട് കരയണ്ട, ബ്രദർസ് കരയണ്ട, സഹോദര വിഷമിക്കണ്ട എന്ന് പറയുന്ന പോലെ അല്ല യേശു ഇന്ന് നിങ്ങളെ നോക്കി കരയണ്ട എന്ന് പറയുന്നത്. അവൻ കരയണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കരയാതിരിക്കാനുള്ളത് അവന്റെ കയ്യിലുണ്ട്. അവൻ വിഷമിക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ ദുഃഖത്തെ മാറ്റാൻ അവൻ കഴിവുള്ളവനാണ്.